ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. എന്താണ് പ്രതികരണം പറയുന്നത്? അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൻവർ ഉയർത്തിയ പ്രശ്നം ഇപ്പോൾ മലയോര മേഖലയിൽ നിന്നുള്ള നേതാക്കന്മാരാണ് എൻ്റെ കൂടെ ഉള്ളത്. ഇസ്മായിലും കാസിമും ഒക്കെ. ഞങ്ങളിപ്പോൾ ആ നിയമത്തിൻ്റെ പല വശങ്ങളും ചർച്ച ചെയ്യുകയായിരുന്നു. ഇത്രയേറെ മലയോര മേഖലയിൽ ജീവിക്കുന്ന ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു നിയമം ഗവൺമെൻറ് ഏതടിസ്ഥാനത്തിൽ ആണ് കൊണ്ടുവരുന്നതും നടപ്പാക്കാൻ ആലോചിക്കുന്നതും എന്നറിയില്ല. മലയോര മേഖലയിലെ ജനങ്ങളുടെ ജീവിതം തന്നെ ദുസ്സഹമാവും. വന അവകാശമുള്ള അവിടെ ആദ്യം മുതൽ താമസിക്കുന്ന ആദിവാസികൾ ഉൾപ്പെടെ വനമേഖലയിൽ താമസിക്കുന്ന കുടിയേറ്റ കർഷകർ, അതുപോലെയുള്ള ജനവിഭാഗങ്ങൾ മുഴുവൻ വനാതിർത്തിയിൽ താമസിക്കുന്നവർ ഭക്ഷണത്തിനും വെള്ളത്തിനും വനത്തെ ആശ്രയിക്കുന്നതാണ്. അതൊക്കെ അസാധ്യമാക്കുന്ന തരത്തിലുള്ള ഒരു നിയമമാണ്. അത് മാത്രമല്ല, മലയോര മേഖലയിൽ ജീവിക്കുന്ന കുടിയേറ്റക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുരക്ഷിതത്വത്തിൻ്റെ പ്രശ്നത്തിൽ ഗവൺമെൻറ്റിന് ചെറുവിരൽ അനക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. 1.5 ആന വന്ന് ആളുകളെ ചവിട്ടി കൊല്ലുന്നു. ഗവൺമെൻറ് അതിൻ്റെ നിസ്സംഗത തുടരുന്നു. ഇതാണ് കേരളത്തിൽ അനുദിനം. ശരി, അൻവർ ഉന്നയിച്ച വിഷയങ്ങളിൽ കാര്യമുണ്ട് എന്ന് തന്നെയാണ് പി കെ കുഞ്ഞാലിക്കുട്ടിയും ഇപ്പോൾ പ്രതികരിച്ച് വരുന്നത്. സി കെ വിജയൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സി കെ, ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം അൻവറിന് അനുകൂലമായി തന്നെയാണ്. ഇനി അത് ഏതൊക്കെ നിലയിലാണ് കോൺഗ്രസിനെയും കൂടുതൽ ലീഗിന് അപ്പുറത്തേക്ക് കോൺഗ്രസിന്റെ നേതാക്കൾ കൂടി എന്ത് പറയുന്നു, അതിന് UDF-ലേക്കുള്ള അൻവറിന്റെ വരവിന് ഇത് ഈ സംഭവങ്ങളൊക്കെ വഴിവെക്കുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ഈ നിയമപരമായി എങ്ങനെയാണ് അൻവർ ഇതിനെ നേരിടുന്നത്? ജാമ്യം കിട്ടാനുള്ള സാധ്യതകൾ എങ്ങനെയൊക്കെയാണ്? PV അൻവറിന് ഇപ്പോൾ ഈ തവനൂർ ജയിലിൽ നിന്നും പുറത്തു കടക്കുക എന്നുള്ളത് സ്വാഭാവികമായും കുറേ കൂടി കടുത്ത ഒരു നടപടിയായി കൊണ്ടിരിക്കുകയാണ്. കാരണം 2 പ്രധാനപ്പെട്ട കേസുകളാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ചുമത്തപ്പെട്ടിട്ടുള്ളത് എങ്കിൽ കൂടിയും ഒരുപക്ഷെ ജാമ്യഹർജിയും മറ്റും വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ നേരത്തെ ഉണ്ടായിരുന്ന കേസുകളെല്ലാം തന്നെ പ്രോസിക്യൂഷൻ ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപക്ഷെ അൻവർ ഉദ്ദേശിക്കുന്ന അത്രയും എളുപ്പത്തിൽ ഈ ജയിലിൽ നിന്ന് താൽക്കാലികമായി എങ്കിലും ജാമ്യം കിട്ടി പുറത്തു വരിക എന്നുള്ളത് കുറേ കൂടി ദുഷ്കരമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. കാരണം ഇത് ഒരു DFOയുടെ ഓഫീസിൽ നടത്തിയ അതിക്രമത്തിൻ്റെ പേരിൽ മാത്രം ചാർജ് ചെയ്യപ്പെട്ട ഒരു കേസല്ല. അൻവറിനെ കൊടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെ ആസൂത്രിതമായി ചെയ്ത ഒരു ആസൂത്രിതമായി എടുത്തൊരു കേസാണ്. അതുകൊണ്ട് ബലമുള്ള ഒരു കേസിനെ മുന്നിൽ വയ്ക്കുകയും മറ്റ് കേസുകളെല്ലാം തന്നെ അതിൻ്റെ പിന്നാലെയായി കോടതിയുടെ മുമ്പാകെ എത്തിക്കുകയും ചെയ്യുക എന്ന ഒരു നിയമപരമായ ഒരു കുരുക്ക് ഇപ്പോൾ അൻവറിനെതിരെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അഭിഭാഷകരും അതോടൊപ്പം തന്നെ CPM-ൻ്റെ ആൾക്കാരെല്ലാം തന്നെ ചേർന്നിട്ട്. കാരണം അങ്ങനെ നിരന്തരമായി ഈ കേസുകളുടെ പിൻബലത്തോടുകൂടി അൻവറിനെ കുടുക്കിയിടാം, അല്ലെങ്കിൽ ഈ ജയിലിനകത്ത് കുറേ ദിവസമെങ്കിലും താമസിപ്പിക്കാം എന്ന ഒരു പ്രതീക്ഷ CPM-നും അതോടൊപ്പം തന്നെ ഈ പോലീസിനും എല്ലാം തന്നെ ഇപ്പോഴുണ്ട്. അങ്ങനെ ഒരു സാഹചര്യം കൂടി ഉള്ളപ്പോൾ, അതായത് അത്തരത്തിൽ മറ്റ് കേസുകളുടെ ബാക്ക്ഗ്രൗണ്ട് കൂടി ഉള്ള സാഹചര്യത്തിൽ പുറത്തിറങ്ങുക എന്നുള്ളത് സാമാന്യമായി ദുഷ്കരമായ ഒരു കാര്യം തന്നെയായിരിക്കും എന്ന് വേണം കരുതാൻ. അൻവർ ആകട്ടെ ഒരുപക്ഷെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു പരിവേഷവുമായി ഇറങ്ങാം, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു സമര വീരാളിയുടെ പരിവേഷവുമായി ഇവിടെ നിന്ന് പുറത്തിറങ്ങാം എന്ന ഒരു പ്രതീക്ഷയിലാകാനും സാധ്യതയുണ്ട്. പക്ഷേ ആ പ്രതീക്ഷ പോലും എങ്ങനെ ഇല്ലാതാക്കാം, അസ്തമിപ്പിക്കാം എന്നാണ് ഇപ്പോൾ. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്ന് ജാമ്യാപേക്ഷ നൽകുന്നുണ്ട്. എപ്പോഴാണ് ജാമ്യത്തിനുള്ള സാധ്യതകൾ? ഇനി കൂടുതൽ ഇപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട്. കൂടുതൽ നേതാക്കളൊക്കെ പിന്തുണയുമായി രംഗത്ത് വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം.